നമസ്കാരം. ഇറാനിൽ അമേരിക്ക നടത്തിയ ആക്രമണമെന്ന രണ്ടാം ലോക മഹായുദ്ധം അവസാനിപ്പിച്ചതിന് സമാനമെന്നാണ് ട്രംപ് വിശേഷിപ്പിച്ചതെങ്കിലും ആക്രമണം 100% വിജയകരമല്ല എന്ന സൂചന നൽകിയിരിക്കുകയാണ് US ഡിഫൻസ് ഇന്റലിജൻസ് ഏജൻസിയുടെ റിപ്പോർട്ട്. ആക്രമണത്തിന് തൊട്ടു മുമ്പ് ഇറാൻ ന്യൂക്ലിയർ സൈറ്റിൽ നിന്ന് യുറേനിയം നീക്കിയെന്നാണ് വിവരം. നദാൻസിലും ഫോർദോയിലും ഇഫാൻസിലും അമേരിക്ക നടത്തിയ ആക്രമണം ഇറാന്റെ അണുബോംബ് പദ്ധതിയെ ഏതാനും മാസം മാത്രം വൈകിപ്പിക്കാൻ ഉദിക്കുന്നത് മാത്രമാണെന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ട് അതിലെ ഉന്നത വൃത്തങ്ങളെ ഉദ്ധരിച്ച് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ച് ഏറ്റവും കൃത്യമായി ലക്ഷ്യം ഭേദിച്ചെങ്കിലും അത് യുറേനിയം സമ്പുഷ്ടീകരണത്തെ പൂർണ്ണമായും തുടച്ചു നീക്കാനായിട്ടില്ല എന്നാണ് ചൂണ്ടിക്കാട്ടുന്നത്. ഇതിനു പിന്നാലെയാണ് ലോകം ഏറ്റവും കൂടുതൽ ഉന്നയിക്കുന്ന ചോദ്യം ഉയരുന്നത്. അമേരിക്ക വീണ്ടും ഇറാനെ ആക്രമിക്കുമോ എന്ന ചോദ്യം പ്രസക്തമാണ്. ആഗോള സുരക്ഷയെ പരിഗണിക്കുമ്പോൾ അത് എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് അമേരിക്കയുടെ ആക്രമണത്തിന് പിന്നാലെ ട്രംപ് അദ്ദേഹത്തിന്റെ സ്വന്തം സോഷ്യൽ മീഡിയയായ ട്രൂത്ത് സോഷ്യലിൽ ഗംഭീര ഒരു വിജയമെന്നാണ് കുറിച്ചത്. ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമറിലൂടെ 14 GBU 57 ബങ്കർ ബസ്റ്റർ ബോംബുകളും അന്തർവാഹിനിയിൽ നിന്ന് ടോം ഹാക്ക് ക്രൂയിസ് മിസൈലുകളുമാണ് വർഷിച്ചത്. എന്നാൽ ദിവസങ്ങൾക്കുള്ളിൽ പുറത്തു വന്ന DIA റിപ്പോർട്ട് ട്രംപിന്റെ അവകാശത്തെ 100% സാധൂകരിക്കുന്നില്ല. റോയിട്ടേഴ്സ് ആദ്യം പുറത്തുവിട്ട റിപ്പോർട്ട് അനുസരിച്ച് ദിവസങ്ങൾക്ക് മുമ്പേ ഇറാൻ ആണവ കേന്ദ്രം ഒഴിപ്പിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. യുറേനിയം സമ്പുഷ്ടീകരണത്തിനുള്ള നിർണായക ഉപകരണങ്ങൾ വെള്ളിയാഴ്ചയോടെ ഇറാൻ നീക്കിയെന്ന് ഉപഗ്രഹ ചിത്രങ്ങളെ അടിസ്ഥാനമാക്കിയും ചൂണ്ടിക്കാട്ടി. ഇറാൻ ആക്രമണം പ്രതീക്ഷിച്ചിരുന്നുവെന്നും അവരുടെ ആസ്തികൾ സംരക്ഷിക്കാൻ അതിവേഗം നീങ്ങിയെന്നുമാണ് ഇത് വ്യക്തമാക്കുന്നത്. അതുവരെ കരുതിയിരുന്നതിൽ നിന്ന് വളരെയധികം ആഴത്തിലാണ് ഇറാന്റെ ആണവ നിലയങ്ങൾ എന്ന ആശങ്കപ്പെടുത്തുന്ന റിപ്പോർട്ടും പുറത്തുവരുന്നത്. ഏറ്റവും ശക്തിയേറിയ ബങ്കർ ബസ്റ്ററുകൾക്ക് പോലും ഇവിടെ വരെ തുരന്നെത്താൻ കഴിഞ്ഞില്ല. യുറേനിയം സംരക്ഷിക്കാൻ കഴിഞ്ഞെന്നും ഇറാൻ അപ്പോൾ തന്നെ അതിന്റെ പ്രവർത്തനങ്ങൾ പുനരാരംഭിച്ചുവെന്നും പറയുന്നുണ്ട്. അമേരിക്കയുടെ അടഞ്ഞ വാതിലുകൾക്കുള്ളിൽ ഇത്തരമൊരു ചർച്ച സജീവമാണെന്നാണ് ഒന്നിലേറെ പ്രതിരോധ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. സൈനിക വൃത്തങ്ങളിൽ നിന്നും അവരെ ഉള്ളവരും ഇത്തരമൊരു സൂചനയും നൽകുന്നുണ്ട്. ഇറാന്റെ ആണവ കഴിവുകളെ ഇല്ലാതാക്കുകയായിരുന്നു അമേരിക്കയുടെ ആദ്യ ലക്ഷ്യമെങ്കിൽ അതിൽ നിലവിൽ മാറ്റങ്ങളുണ്ടായിട്ടുണ്ട്. ഇറാന്റെ ആകാശത്ത് ഡ്രോണുകൾ ഉപയോഗിച്ചും സാറ്റലൈറ്റുകൾ ഉപയോഗിച്ചും നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. വാഷിംഗ്ടൺ ന്യൂക്ലിയർ പദ്ധതി പുനരാരംഭിക്കുന്നുണ്ടോ എന്നും സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ്. അങ്ങനെയാണ് ഇപ്പോൾ കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. അപ്പോഴും വീണ്ടും ഒരു ആക്രമണം എന്നത് അങ്ങേയറ്റം അപകടകരമാണ്. ഇനിയൊരു ആക്രമണം ഉണ്ടായാൽ സർവ്വശക്തിയുമെടുത്ത് തിരിച്ചടിക്കുമെന്നാണ് ഇറാൻ മുന്നറിയിപ്പ് നൽകിയത്. സംഘർഷം വ്യാപിപ്പിക്കാൻ സാധ്യതയുണ്ടെന്നും ഇറാഖിലെ അമേരിക്കൻ സൈന്യത്തെയും ഹോർമൂസ് കടലിടുക്കിലെ എണ്ണക്കപ്പലുകളെയും ആക്രമിച്ചേക്കുമെന്ന് സൂചനയുണ്ട്. ഹോർമൂസ് കടലിടുക്കിലൂടെയാണ് ലോകത്തിന്റെ 20% എണ്ണ നീക്കവും നടക്കുന്നത്. അമേരിക്കയുടെ ആക്രമണത്തിൽ ചെറിയ കേടുപാടുകൾ മാത്രമാണ് ന്യൂക്ലിയർ സംവിധാനങ്ങളിൽ ഉണ്ടാക്കിയതെന്നാണ് ഇറാന്റെ പ്രതികരണം. ആണവ സമ്പുഷ്ടീകരണം ഉടൻ പുനരാരംഭിക്കും. ആണവ നിർവ്യാപന ഉടമ്പടിയിൽ നിന്നും പിന്മാറുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇതിന് ഇറാനിയൻ പാർലമെന്റ് അനുമതി നൽകി. ഇറാനിയൻ ടെലിവിഷൻ പുറത്തുവിട്ട ദൃശ്യങ്ങൾ അനുസരിച്ച് ടെക്നീഷ്യന്മാർ നദാൻസ് ആണവ നിലയത്തിൽ തിരിച്ചെത്തുന്നതും ജോലികൾ ആരംഭിച്ചതും വ്യക്തമാണ്. വാർത്താ ഏജൻസിയായ അസോസിയേറ്റഡ് പ്രസും ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ട്രംപിന്റെ വിദേശകാര്യ നയസംഘത്തിന്റെ സംഘർഷം വലിയ തലവേദനയായിട്ടുണ്ടെന്നാണ് ചൂണ്ടിക്കാട്ടുന്നത്. അവർക്കിടയിൽ തന്നെ അഭിപ്രായ വ്യത്യാസം നല്ലപോലെ ഉയർന്നിട്ടുണ്ട്. കടുത്ത നിലപാടുകാർ വീണ്ടും ഒരു ആക്രമണം നടത്തി ജോലി തീർക്കണമെന്ന് ആവശ്യപ്പെടുമ്പോൾ സൈനിക നീക്കം മേഖലയാകെ യുദ്ധത്തിലേക്ക് തള്ളിവിടുമെന്ന മുന്നറിയിപ്പാണ് നൽകുന്നത്. ആദ്യ നീക്കം വേണ്ടത്ര തയ്യാറെടുപ്പുകൾ ഇല്ലാത്തതും ആലോചിക്കാതെയുള്ള നടപടിയുമാണെന്ന് ചിലർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. നയതന്ത്രമാണ് മികച്ച മാർഗമെന്നും മറ്റൊരു ഭാഗം വിലയിരുത്തുന്നുണ്ട്. അമേരിക്കൻ ഇന്റലിജൻസ് ഏജൻസിയുമായി നല്ല ബന്ധത്തിലല്ല ട്രംപ് ഇപ്പോൾ. അതുകൊണ്ട് തന്നെ വിജയം നിർണായകവുമാണ്. മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ പോളിസിക്ക് ചേർന്നതല്ല ട്രംപിന്റെ നീക്കമെന്നും വിദേശ രാജ്യങ്ങളുമായി സംഘർഷത്തിനുള്ള ഒരു നിലപാടിലേക്ക് പോകരുത്, അതൊരു നിലപാട് വിരുദ്ധമാണെന്നും അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവർ തന്നെ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. എന്നാൽ ഇറാൻ ഒരിക്കലും ആണവായുധം നിർമ്മിക്കാൻ പാടില്ല എന്നും ഇത് തടയേണ്ടത് അത്യാവശ്യമാണെന്നുമാണ് ട്രംപ് പറഞ്ഞുകൊണ്ട് ഒരു പ്രതിരോധം തീർക്കുന്നത്. സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും ഡിഫൻസ് സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്തും DIA റിപ്പോർട്ട് പൂർണ്ണമായും വിശ്വസിക്കാൻ തയ്യാറായിട്ടില്ല. എല്ലാ മാധ്യമം സൃഷ്ടിയെന്നാണ് ഇവർ വിശേഷിപ്പിക്കുന്നത്. ആക്രമണത്തെക്കുറിച്ചുള്ള വിവരം ചോർന്നിട്ടുണ്ടോ എന്ന് FBI-യും അന്വേഷിക്കുന്നുണ്ട്. ഇറാന്റെ ആണവ പദ്ധതികൾക്ക് തിരിച്ചടിയുണ്ടാകുന്ന ഇസ്രായേൽ അറ്റോമിക് കമ്മീഷൻ പ്രസ്താവനയും ട്രംപ് കൂട്ടുപിടിക്കുന്നു. ഇറാൻ ഒരിക്കലും ന്യൂക്ലിയർ ബിസിനസ്സിലേക്ക് തിരിച്ചു പോകില്ല എന്നാണ് കരുതുന്നതെന്നും ട്രംപ് പറയുന്നുണ്ട്. അമേരിക്കയിലെ രഹസ്യാന്വേഷണ റിപ്പോർട്ട് പോലും ട്രംപ് തള്ളിക്കളയുമ്പോൾ ആ ഒരു ഏറ്റവും കൂടുതൽ അതായത് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ടുകളൊന്നും തന്നെ വിശ്വാസത്തിലേക്ക് എടുക്കണ്ട എന്ന നിലയിലേക്കാണ് ട്രംപ് എത്തുന്നത്.
അങ്ങനെ ആയിക്കഴിഞ്ഞാൽ വീണ്ടും ഒരു യുദ്ധത്തിലേക്ക് ട്രംപ് എത്തിച്ചേരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഇറാന്റെ ആണവ കേന്ദ്രങ്ങളൊക്കെ ആക്രമിച്ചു എന്നാണ് ട്രംപ് നേരത്തെ അവകാശവാദം ഉന്നയിച്ചത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല, വലിയ രീതിയിൽ ഒരു കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല എന്ന് അമേരിക്കയുടെ രഹസ്യാന്വേഷണ റിപ്പോർട്ട് വന്നപ്പോൾ അത് ട്രംപിന് തന്നെ വലിയ നാണക്കേടാണ് ഉണ്ടായത്. ആ നാണക്കേട് തീർക്കാൻ എന്തായാലും വരും ദിവസങ്ങളിൽ ട്രംപിന്റെ ഭാഗത്തു നിന്നും അഥവാ അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിലേക്ക് ഒരു ആക്രമണം പ്രതീക്ഷിക്കാവുന്നതാണ്. അത് ഒരിക്കലും തള്ളിക്കളയാനും കഴിയില്ല. ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്.